ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഗോവ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലുള്ള എല്ലാവരും കൂടി പ്ലാൻ ചെയ്തൊരു 4 days ഗോവ ട്രിപ്പ് പോയിരുന്നു ഈ മാസം സ്റ്റാർട്ടിങ്ങിൽ, അതായത് 11 to 14 ഒരു 4 days ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും പല പല ലൊക്കേഷനിൽ നിന്നും ഇന്ത്യയുടെ പല പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഗോവയിൽ വന്ന് മീറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് കൊച്ചി ടു ഗോവയായിരുന്നു. ബാംഗ്ലൂർ ഒരു ലേ ഓവർ ഉണ്ടായിരുന്നു. അങ്ങനെ 2 hours ബാംഗ്ലൂർ എയർപോർട്ടാണ് ഈ കാണുന്നത്. അടിപൊളി എയർപോർട്ടാണ് കേട്ടോ. അങ്ങനെ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഗോവയിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ ഗോവയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹോട്ടൽ ഞങ്ങൾ ബുക്ക് ചെയ്ത് കൻഡോലിം എന്ന് പറഞ്ഞ പ്ലേസിലായിരുന്നു. ഗോവ ബീച്ചിനൊക്കെ അടുത്തായിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു കാർ റെൻറ്റിന് എടുത്തിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ റൂമല്ല, ഒരു വില്ലയായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഇതാണ് കേട്ടോ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ. ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടൊരു 3 bedroom ഉണ്ടായിരുന്നു. ഡൈനിങ് ഏരിയയും സോഫ എല്ലാമായിട്ട് അടിപൊളി ഒരു സ്റ്റേ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളിത് ബുക്ക് ചെയ്ത് Airbnb വഴിയാണ്. പിന്നെ നോർത്ത് ഗോവയിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് ബീച്ചിനൊക്കെ അടുത്തായിട്ടുള്ള ഒരു വില്ലയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചും കാര്യങ്ങളും ഒക്കെ. ഞങ്ങളിത് വന്നിറങ്ങി അവിടെ വന്ന് എല്ലാവരെയും മീറ്റ് ചെയ്ത് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ നേരെ പോയത് ബാഗ ബീച്ചിലേക്കാണ്. അവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പോയി. പിന്നെ ഞങ്ങളൊരു ഡിന്നറും അവിടെ നിന്നാണ് കഴിച്ചത്. ഈ കാണിച്ച ഹോട്ടലിൽ നിന്നാണ് ഡിന്നർ കഴിച്ചത്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഇതൊക്കെ ഓരോരോ ഐറ്റംസ് വാങ്ങിച്ചു. ബില്ല് അറൗണ്ട് ഒരു 10,000 ആയി. പിന്നെ ഗോവയിലെ ഫസ്റ്റ് ഡേ, അതായത് April 12th, ഞങ്ങൾ രാവിലെ തന്നെ റെഡിയായി പോകുന്നത് അഗ്വാഡ ഫോർട്ടിലേക്കാണ്. അപ്പോൾ ഗോവയിൽ പോകുന്നവരുടെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണല്ലോ അഗ്വാഡ ഫോർട്ട്. പണ്ട് പോർച്ചുഗീസുകാർ നമ്മുടെ ഇന്ത്യയിൽ പണിത ഒരു ഫോർട്ടാണ്. ഈ കാണുന്നതാണ് ഈ ഫോർട്ടിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം. അതുപോലെ തന്നെ അത്യാവശ്യം എപ്പോഴും വിസിറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾ പോയത് കുറച്ച് ചൂടുള്ള സമയമായിരുന്നു, എന്നാലും ഒരുപാട് വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ബീച്ചിനോട് ചേർന്ന് അവർ ഫോർട്ട് പണിതിരിക്കുകയാണ്. ഇതവർ ഡച്ച് പീപ്പിളിൽ നിന്ന് നമ്മുടെ ഇന്ത്യനെ ഗോവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പണിതതാണ് ഈ ഒരു ഫോർട്ട്. പിന്നെ ഈ ഫോർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ നമ്മുടെ ഓൾഡ് ഗോവയിലെ മെയിനായിട്ടുള്ള കുറേ ചർച്ചസും ഒരുപാട് പള്ളികളൊക്കെ പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട് പണിതായിരുന്നു. അതിൻ്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേനും ഭയങ്കര ഒരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ. ഒരു വെയിലത്ത് നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ഉള്ള ഒരു തണുപ്പ്. ഈ കാണുന്നത് അഗ്വാഡ ഫോർട്ടിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ആ വൈറ്റ് കളറിൽ കാണുന്നത് ലൈറ്റ് ഹൗസ് ആയിരുന്നു. അതുപോലെ തന്നെ റെഡ് കളറിൽ കാണുന്ന ഒരു റെക്ടാങ്കിൾ, അതവിടുത്തെ വാട്ടർ ടാങ്കാണ്. ഈ വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഏകദേശം 8 ലക്ഷം ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു വാട്ടർ ടാങ്കാണിത്. നമ്മുടെ ഫ്രഷ് വാട്ടേഴ്സൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ പോകുന്ന ഷിപ്പിലൂടെയൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ലൈറ്റ് ഹൗസ് ഒന്നും ഇപ്പോൾ വർക്കിംഗ് ഒന്നും അല്ല കേട്ടോ. 90s അവരത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു മാപ്പൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗോവയുടെ ഡീറ്റെയിൽസും മാപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്നത് ലോവർ അഗ്വാഡയാണ്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിയുമ്പം ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഫോർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. ഇവിടെ ഈ റൗണ്ട് ഷേപ്പിൽ കാണുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് പേര് ഫോട്ടോസ് ഇടാറുള്ളതാണ്. അത് വാച്ച് ടവറാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ബീച്ചിൽ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസും നടക്കാറുണ്ട്. അഗ്വാഡ ഫോർട്ട് ഓപ്പൺ ചെയ്യുന്നത് 9 മണിക്കൊക്കെയാണ്. നമ്മൾ രാവിലെ വിസിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഉച്ചയ്ക്കൊക്കെ പോയാൽ നല്ല വെയിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും, ഞങ്ങൾ പോയത് ഒരു 10 o'clock, ഒരു 12 ഒക്കെ ആയപ്പോഴത്തേനും വെയിലായി തുടങ്ങി. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. പിന്നെ ഫുഡൊക്കെ നമുക്ക് പുറത്ത് പോയി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഈവനിങ് ഞങ്ങൾ നേരതായി ഇവിടെ കണ്ടോളിം ബീച്ചിലേക്ക് പോയി. പിന്നെ നമ്മളെല്ലാവരും കൂടി കണ്ടോളിം ബീച്ചിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. രാത്രിയൊക്കെ ഇവിടെ നല്ല രസമാണ് കേട്ടോ, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇവിടെ നമ്മുടെ ബീച്ചിൽ സൈഡിലൂടെ ഇങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റ്സിൻ്റെയും ഇങ്ങനെ ഓരോന്നിൻ്റെയും ലൈറ്റ് അങ്ങ് അറ്റം വരെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ച് അന്ന് രാത്രി റൂമിലേക്ക് പോയി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിന് ഒരുപാട് ഓഫേഴ്സ് അവർ തരുന്നുണ്ട്. അതായത് പാരാസെയിലിംഗ്, അതുപോലെ ബനാന റൈഡ് തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കടലിൽ, കണ്ടോളിം ബീച്ചാണിത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നമുക്ക് ഈ കടലിൽ ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങളൊരു കോംബോ ഓഫറാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് ഒരാൾക്ക് അറൗണ്ട് 1,500 ആയുള്ളൂ. അപ്പോൾ ഇതിലും ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടലിൻ്റെ നടുക്ക് കൊണ്ടുപോയി ഇവർ വെള്ളത്തിൽ ചാടിക്കും, പാരാസെയിലിങ്, അതുപോലെ തന്നെ ഒരു ബോട്ട് റൈഡ്, അതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ ഓർക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നേരെ കടലിൻ്റെ കുറച്ചുള്ളിലേക്ക് പോയി.
ഇവിടെ നമ്മളെ കൂടെ ഒരാളുണ്ടാവും, പിന്നെ നമ്മളൊരു 8 പേരുള്ളതുകൊണ്ട് അവർ വലിയ ബോട്ട് തന്നെയായിരുന്നു. ഇങ്ങനെ കടലിലെ നടുക്ക് എത്തുമ്പോഴത്തേനും ഇവർ നമ്മളോട് കടലിലേക്ക് ചാടാൻ പറയും. അത് ഞാൻ ചാടിയില്ല കേട്ടോ, കാരണം എനിക്ക് നീന്തലൊന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാരാസെയിലിംഗ് നമ്മൾ ചെയ്തു. പാരാസെയിലിംഗ് അടിപൊളിയായിരുന്നു, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരൊരു 2 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അവർ നമ്മളെ കുറച്ച് പൊക്കും, അതുപോലെ തന്നെ താഴെ വെള്ളത്തിൽ കൊണ്ടുപോയി ഒന്ന് മുക്കും, അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു പാരാസെയിലിംഗ്. സത്യം പറഞ്ഞാൽ അത് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബോട്ട് റൈഡ് ഉണ്ടായിരുന്നു എന്ന്, അതാണ് ഈ കാണുന്നത്. നമ്മളിങ്ങനെ കമന്ന് കിടക്കും, പിന്നെ അവർ വേറൊരു ബോട്ട് ഒരു കയറ് വെച്ച് നമ്മളെ കെട്ടി നല്ല സ്പീഡിൽ പോകും. ഇതിൽ കൈ പിടിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്, അത് നല്ല മുറുക്കെ പിടിച്ചിരുന്നാൽ സെറ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസ് കഴിഞ്ഞ് ഞങ്ങൾ സൗത്ത് ഗോവയിലേക്കാണ് ഈ പോകുന്നത്. അപ്പം ഇത് സൗത്ത് ഗോവയിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇവിടുത്തെ റോഡ്സൊക്കെ അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു റിവർ ഉണ്ടല്ലോ, ഇതാണ് സൗത്ത് ഗോവയും നോർത്ത് ഗോവയും ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു റിവർ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 4:30 ഒക്കെ ആയപ്പോൾ 4:30 ഒക്കെ ആയപ്പോൾ സൗത്ത് ഗോവ എത്തി. ഞങ്ങൾ പോയത് ഈ കേപ്പ് ഗോവ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ഫോട്ടോസ് കാണുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഞങ്ങൾ സൺസെറ്റ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പം ഇവിടെ നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു, ഒരുപാട് ഫോട്ടോസൊക്കെ ഞങ്ങൾ എല്ലാവരും എടുത്തു. സൗത്ത് ഗോവ വിസിറ്റ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ബീച്ചസൊക്കെ ഉണ്ട് കേട്ടോ. പെബിൾ ബീച്ച്, ബട്ടർഫ്ലൈ ബീച്ച്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കേപ്പ് ഗോവയിലാണ് പോയത്. അങ്ങനെ ആ ഒരു ഈവനിങ് ഇവിടെ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും ഈ ഒരു ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുകയാണ് ചെയ്തത്. അങ്ങനെ 3rd ഡേയും കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് സൺഡേ ആയിരുന്നു. ഉച്ചവരെ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓൾഡ് ഗോവ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ഓൾഡ് ഗോവ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ചർച്ചസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇപ്പോൾ ഈ കാണുന്നത് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡിയുള്ള ചർച്ചാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡ് അല്ല. ഇത് 400 വർഷം പഴക്കമുള്ളൊരു ചർച്ചാണ്. ബെസിലിക്ക ഓഫ് ബോം ജീസസ് എന്നാണ് ഇതിൻ്റെ ചർച്ചിൻ്റെ പേര്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഞങ്ങൾ ചർച്ചസൊക്കെ വിസിറ്റ് ചെയ്ത് ഞാൻ നേരെ എയർപോർട്ടിലേക്ക് അത് കഴിഞ്ഞ് പോയി. 1 മണിക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗോവ ട്രിപ്പിൻ്റെ ഒരു ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. മെയിനായിട്ടും പ്ലേസസ് വിസിറ്റ് ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾ കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന, ഇന്നേ വരെ കാണാത്ത, ടീംസ് കോളിലൂടെയും ലാപ്ടോപ്പിലൂടെയും മാത്രം സംസാരിച്ചിട്ടുള്ള കുറേ ആൾക്കാരെ നേരിട്ട് കാണാൻ പറ്റി. അവരോടൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തൊരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്.